ജാസ്മിൻ ഗബ്രി സൗഹൃദത്തിനെതിരെ വലിയ വിമർശനമാണ് ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും ഉണ്ടായിരുന്നത്. ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാനുള്ള ഗെയിം മാത്രമായിരുന്നു ഇരുവരുടെയും കൂട്ടുകെട്ട് എന്നായിരുന്നു പലരും കുറ്റപ്പെടുത്തിയത്. ഷോ കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുമെന്നും ചിലർ വിമർശിച്ചിരുന്നു. എന്നാൽ ഇത്തരം വിമർശനങ്ങളെല്ലാം തള്ളി ഹൗസിന് പുറത്തും വളരെ നല്ല സൗഹൃദം പുലർത്തുകയാണ് ജാസ്മിനും ഗബ്രിയും. ഇപ്പോഴത്തെ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചെത്തിയിരിക്കുന്നു. ഹൗസിന് ശേഷം ഇരുവരും ഒരുമിച്ച് കാണാൻ കാത്തിരുന്ന ആരാധകർക്കിടയിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. പാലക്കാട് നടന്ന ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനാണ് ജാസ്മിനും ഗബ്രി ഒരുമിച്ചെത്തിയത്. ഉദ്ഘാടനത്തിന് ശേഷം തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന അധിക്ഷേപങ്ങളെ കുറിച്ചും ഇരുവരും സംസാരിക്കുകയുണ്ടായി. ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ്: ബിഗ് ബോസിൽ പോയതിനു ശേഷം ഞാൻ ഒന്നുകൂടി സ്ട്രോങ് ആയത്. ഷോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഏറ്റവും മോശവശങ്ങളും നല്ലതുമൊക്കെ എനിക്ക് കിട്ടിയത് ബിഗ് ബോസിൽ നിന്നുമാണ്. അത് കാരണം പുറത്തിറങ്ങിയപ്പോൾ കൂടുതൽ സ്ട്രോങ്ങും ബോൾഡുമായി. മാത്രമല്ല, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചും കൂടി പക്വത കൈവരിച്ചുവെന്ന് ജാസ്മിൻ പറയുന്നു. ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടൊരിക്കൽ നമുക്കതിനുള്ള നന്മ ദൈവം തരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനെന്ന് ഗബ്രി കൂട്ടി പറയുന്നു. 2019 തന്റെ ആദ്യ സിനിമ റിലീസ് ചെയ്തപ്പോൾ ആളുകൾ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ബിഗ് ബോസിലൂടെ കിട്ടിയ റീച്ച് എന്ന് പറയുന്നത് അവിശ്വസനീയമായിട്ടുള്ളതാണെന്നാണ് ഗബ്രി പറയുന്നത്. പിന്നീട് ആരാധകരുടെ നിർബന്ധപ്രകാരം ഗബ്രി ജാസ്മിന് വേണ്ടി ഒരു പാട്ട് പാടുകയും ചെയ്തിരുന്നു. ഇരുവരും തങ്ങളെ സ്നേഹിക്കുന്നവരോട് നന്ദിയും സ്നേഹം അറിയിക്കുകയും ചെയ്തു.